നമ്മളിന്ന് പറയാൻ പോകുന്നത് മ്യാൻമറിലെ ഒരു നഗരത്തെക്കുറിച്ചാണ്. വെറും നഗരമല്ല, തട്ടിപ്പുകളുടെ നഗരം, ദ സ്കാമേഴ്സ് സിറ്റി. ഭയപ്പെടുത്തിയും കുനിച്ചു നിർത്തി കൂമ്പിനിടിച്ചും പണി ചെയ്യിപ്പിക്കുന്ന ഒരു സിറ്റി. മലയാളികളടക്കം നിരവധി പേരാണ് ഇവിടെ ചെന്നപ്പെട്ടത്. എന്താണ് അവിടെ നടക്കുന്നത് നമുക്ക് നോക്കാം ഈ വീഡിയോയിലൂടെ. വെൽക്കം ടു ട്രാവൽ സ്റ്റോറി ഫുഡ്. പല ഏജൻസികൾ വഴിയും ഏജന്റുമാർ വഴിയും മാസം വലിയൊരു തുക ശമ്പളമായി വാഗ്ദാനം ചെയ്ത് തായ്ലൻഡിലേക്ക് കയറ്റി അയക്കുന്നു. ഇങ്ങനെ തായ്ലൻഡിൽ എത്തുന്നവർക്ക് അന്ന് താമസിക്കാൻ അവിടെ ഹോട്ടൽ സൗകര്യങ്ങളും നല്ല ഭക്ഷണവും കിട്ടുന്നു. അപ്പോഴൊന്നും ഒരു കെണിയിലേക്കാണ് ഇവർ എത്തിപ്പെട്ടതെന്ന് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. 1-2 ദിവസം കഴിഞ്ഞ് ഇവരെ കൊണ്ടുപോകാനായി ടാക്സിയോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളോ വരുന്നു. അവിടെ നിന്നും കാര്യങ്ങൾ മാറിമറിയും. നിങ്ങൾ ഈ കാണുന്ന പോലെയുള്ള മ്യാൻമറിലെ വലിയ സ്കാമേഴ്സ് സിറ്റികളിലേക്കാണ് ഇവരെ എത്തിക്കുക. ഇവിടേക്ക് എത്തിയാൽ പിന്നെ ഇവർക്ക് പുറത്തു പോകാൻ സാധിക്കില്ല. കയ്യിലുള്ള ഫോൺ വാങ്ങി അതിൽ ഒരു തായ്ലൻഡ് സിം ഉപയോഗിക്കാൻ പറയും. അതുമല്ലെങ്കിൽ ഫോൺ കസ്റ്റഡിയിലെടുത്ത് ഒരു റൂമിൽ ലോക്ക് ചെയ്യും. ഉള്ള പണമെല്ലാം മുടക്കി ജോലി അന്വേഷിച്ച് ഇങ്ങനെ എത്തിപ്പെടുന്നവർ മറ്റൊരു മാർഗവുമില്ലാതെ അവർ പറയുന്ന ജോലികളിൽ ഏർപ്പെടും. തോക്കിന്റെ മുനയിൽ നിർത്തി വരെ ജോലി ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു വന്ന മലയാളികൾ പറയുന്നുണ്ട്. ഇനി ഇങ്ങനെ അവിടെ എത്തിപ്പെട്ടവരെ കൊണ്ട് എന്ത് ജോലികളാണ് എടുപ്പിക്കുന്നത് നമുക്ക് നോക്കാം. അവിടെയുള്ള തട്ടിപ്പ് ബിസിനസ്സുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ചൈനയാണെന്നാണ് അവിടെ നിന്ന് വന്ന പലരും പറയുന്നത്. അങ്ങനെ ഇവിടെ എത്തി അടിമകളായി പോകുന്നവർ ചെയ്യേണ്ട ജോലി പലതാണ്. മറ്റുള്ളവരുടെ പണം തട്ടുക എന്നതാണ് ഇവർക്ക് കൊടുക്കുന്ന ജോലി. ഒരു എക്സാമ്പിൾ പറയാം. ഒരു സ്ത്രീയുടെ പേരിൽ ഒരു ഫേസ്ബുക്ക് ID ക്രിയേറ്റ് ചെയ്യാൻ പറയും. സുന്ദരിയായ ഒരു സ്ത്രീയുടെ ഫോട്ടോ ഫേസ്ബുക്ക് പ്രൊഫൈൽ പിക്ചറായി ആഡ് ചെയ്യും. ഈ പ്രൊഫൈൽ വഴി ഇന്ത്യക്കാരെ ടാർഗറ്റ് ചെയ്യണം. അതെങ്ങനെയെന്നല്ലേ പറയാം. ഫാമിലി വാല്യൂ ഒക്കെയുള്ള അത്യാവശ്യം പണക്കാരായിട്ടുള്ള പുരുഷന്മാരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. ഈ ടാർഗറ്റിംഗിൽ മലയാളികളും പെടും. ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന സ്ത്രീകളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും നമ്മുടെ ഇപ്പറഞ്ഞ ഇന്ത്യക്കാർക്ക് മെസ്സേജ് വന്നു തുടങ്ങും. ആദ്യം ടാർഗറ്റ് ചെയ്യുക മെസ്സേജിലൂടെയാണ്. ഞാനിപ്പോൾ ഫ്രീ ആണ്, താങ്കൾ ഫ്രീ ആണെങ്കിൽ നമുക്ക് വീഡിയോ കോളിൽ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആണ് മെസ്സേജുകൾ അയക്കുക. ഇത് നമ്മൾ സമ്മതിക്കുകയോ അല്ലെങ്കിൽ അവർ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുകയോ ചെയ്താൽ നമ്മുടെ ഫോട്ടോ അവർ സ്റ്റോർ ചെയ്ത് വെക്കും. ഈ സ്റ്റോർ ചെയ്യുന്ന ഫോട്ടോ വെച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ്. താങ്കളുടെ വീഡിയോ കോൾ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചെന്നും ഇത് താങ്കളുടെ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്കോ ഫാമിലി മെമ്പേഴ്സിനോ അയച്ചു കൊടുക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. ഇങ്ങനെ ഭയപ്പെടുത്തി പണം വാങ്ങി കമ്പനിക്ക് നൽകണം. ഇതാണ് ഇവരുടെ ടാർഗറ്റ്. ഞാൻ ഈ പറഞ്ഞത് ഒരു ജോലി മാത്രമാണ്. റമ്മി, അതുപോലെ ഗാംബ്ലിംഗ്, അതുപോലെ ഗെയിമിംഗ് പോലുള്ള മറ്റ് പല തട്ടിപ്പുകളും ഇവർ ചെയ്യുന്നുണ്ട്. ചൈനീസ് നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഈ തട്ടിപ്പുകളൊക്കെ ചെയ്യുന്നത്. ഇനി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവർ അങ്ങോട്ട് പണം നൽകണം. 2 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയ്ക്കുള്ള തുകയാണ് അവിടുന്ന് പോരണമെങ്കിൽ അവിടെ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തു പോരാൻ കഴിയാത്തവരാണ് ഇന്നും അവിടെ പെട്ടുകിടക്കുന്നത്. ഇനി അവിടുത്തെ ശമ്പളത്തെക്കുറിച്ച് പറയാം. ഏതാണ്ട് ഇന്ത്യൻ മണി 80,000 മുതൽ 1 ലക്ഷം വരെയാണ് അവിടെ ശമ്പളമായി വാഗ്ദാനം ചെയ്യുന്നത്. പക്ഷേ ഈ പണം മുഴുവനും അവർ കൊടുക്കില്ല. നമുക്കെതിരെ ഓരോ ചെറിയ കുറ്റങ്ങൾ കണ്ടെത്തി അതിന് ഫൈൻ അടിച്ച് ഒരു വലിയ തുക ഈ ശമ്പളത്തിൽ നിന്നും കുറയ്ക്കും. 3-4 മാസം ജോലി ചെയ്ത് അവർ പറയുന്ന തുക കൊടുത്ത് പോരാം എന്ന് വെച്ചാൽ അതും നടക്കില്ല. ഇനി അവിടെ നിന്നും രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് പോരാനായി പണം കണ്ടെത്തുന്നത് സ്വന്തം നാട്ടിൽ നിന്നൊക്കെ പിരിച്ചായിരിക്കും. ഇത്തരത്തിൽ സ്കാം സിറ്റിയിലേക്ക് ഒരാളെ എത്തിച്ചാൽ ഏജന്റിനോ ഏജൻസികൾക്കോ കൊടുക്കുന്ന തുക ലക്ഷങ്ങളാണ്. ഇത്തരം സ്കാം സിറ്റികളിൽ നിന്നും നമ്മുടെ ഇന്ത്യക്കാരെ രക്ഷിക്കണമെങ്കിൽ നമ്മുടെ സൈന്യത്തിന്റെ സഹായം തന്നെ വേണം. ഇങ്ങനെയുള്ള സ്കാം സിറ്റികളുടെ അടുത്തേക്ക് അവിടെയുള്ള ലോക്കൽ ആളുകൾക്ക് പോലും എത്താൻ സാധിക്കില്ല. ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്ന ഇടങ്ങളിൽ നിന്നും അവിടുത്തെ ഗവൺമെന്റിന് നല്ല വരുമാനം ലഭിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ചൈന തന്നെ വലിയൊരു തുക ഗവൺമെന്റിന് നൽകുന്നുണ്ടാവാം. എന്തായാലും നമ്മൾ മലയാളികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സിംഗപ്പൂർ, തായ്ലൻഡ്, മലേഷ്യ, കംബോഡിയ, മ്യാൻമർ എന്നീ രാജ്യങ്ങളിലേക്കുള്ള വാക്കൻസി വന്നാൽ അതിലാരും അപ്ലൈ ചെയ്യാതിരിക്കുക. നമുക്ക് വിശ്വാസം വരുന്ന രീതിയിലുള്ള കമ്പനി സർട്ടിഫിക്കറ്റും ഐഡന്റിഫിക്കേഷനുമാണ് അവർ നമുക്ക് തരിക. പക്ഷെ അവിടെ എത്തുമ്പോൾ മാത്രമാണ് ഒരു കെണിയിലാണ് പെട്ടുപോയത് എന്ന് പലരും മനസ്സിലാക്കുന്നത്. ഇനി നിങ്ങൾ അങ്ങോട്ട് ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ അവിടെ ഉണ്ടെങ്കിൽ മാത്രം അതിന് മുതിർന്നാൽ മതി. അവിടെ നിന്നും രക്ഷപ്പെട്ട് നമ്മുടെ കേരളത്തിൽ വന്ന മലയാളികൾ പറയുന്നത് അവിടെ ഇനിയും ഒരുപാട് പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ്. എന്തായാലും ഇത്തരം ജോലി തട്ടിപ്പുകളിൽപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തിയവർ അവരെ അങ്ങോട്ട് വിട്ട ഏജന്റുമാരെയോ അല്ലെങ്കിൽ ഏജൻസികളെയോ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. അത് മറ്റുള്ളവർക്ക് കൂടി ഒരു ഉപകാരമാവട്ടെ.